ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, തുറന്ന മനസ്സോടെ ദൈവശബ്ദത്തിന് കാതോർക്കാം. നമ്മുടെ ഉള്ളങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടട്ടെ. പുതിയ ബോധ്യങ്ങളും ഉൾക്കാഴ്ചകളും ദൈവാനുഭവങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകട്ടെ. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന തിരുവചന ഭാഗം 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുവചനമാണ്. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുവചനം. ഈ 9-ാം തിരുവചനത്തോട് ചേർന്ന് തന്നെ അതിന് മുന്നും അതിന് ശേഷവും കിടക്കുന്ന വേദഭാഗങ്ങൾ കൂടെ ഈ ഒരു വചന പഠനത്തിൽ പ്രതിഫലിക്കുന്നതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ആ 9-ാം വാക്യത്തിൻ്റെ ആഴവും അർത്ഥവുമൊക്കെ തിരിച്ചറിയാനായി സാധിക്കുകയുള്ളൂ. ഈ 1 കൊരിന്ത്യർ 2:9 പറഞ്ഞിരിക്കുന്നത് ഒരു പഴയ നിയമ വേദവാക്യമാണ്. അതിങ്ങനെയാണ്, ഞാൻ വായിക്കാം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഞാനൊന്നുകൂടെ വായിക്കാം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വേദഭാഗം ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. കാരണം ഒരുപാട് വചനങ്ങൾ നമുക്കൊക്കെ ഹൃദിസ്ഥമായി കിടക്കുന്ന കുറേ വചനങ്ങളുണ്ട്. വേദപുസ്തകത്തിലെ നമുക്കിഷ്ടമുള്ള വളരെ ഹൃദിസ്ഥമായി കിടക്കുന്ന കുറേ വചനങ്ങളുണ്ട്. ഇപ്പോൾ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആ വചനം അറിയില്ലാത്തവരായി ക്രിസ്തീയ കുളത്തിൽ ആരും തന്നെ ഉണ്ടാവില്ല. കാരണം അത് വളരെ സന്തോഷമുള്ളൊരു ആശ്വാസമുള്ളൊരു വാക്യമാണ്. അതുകൊണ്ട് അത് നമുക്കറിയാം. അപ്പം അങ്ങനെ നമുക്ക് വളരെ ഒരു പോസിറ്റിവിറ്റി നൽകുന്ന, നമുക്കൊത്തിരി പ്രതീക്ഷ നൽകുന്ന, നമുക്ക് സന്തോഷം നൽകുന്ന, നമ്മുടെ സങ്കടങ്ങൾ മാറ്റുന്ന ഒക്കെ ഒത്തിരി വചനങ്ങൾ നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മെ തിരുത്തുന്ന, നമുക്ക് ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന, അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമ്മളെ ശാസിക്കുന്ന ഈ വചനങ്ങളൊന്നും നമ്മളങ്ങനെ ഓർത്തു വയ്ക്കാൻ ഇഷ്ടപ്പെടാറുമില്ല, നമ്മളങ്ങനെ ഓർക്കാറുമില്ല. മറിച്ച് നമുക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നതെല്ലാം തന്നെ നമ്മൾ നന്നായി പഠിച്ചു വെച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വചനങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള, പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള, ഞാനങ്ങനെ പറയാൻ കാര്യം, ഞാൻ ഒരുപാട് വചനപ്രഘോഷണ വേദിയിൽ ആശ്വാസത്തിൻ്റെ വചനങ്ങളായിട്ട് ഈ വാക്യം എടുത്തുപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ എടുത്തുപയോഗിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണിത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ വാക്യത്തെ, നമ്മളിപ്പോൾ വായിച്ച ഈ വാക്യത്തെ പക്ഷേ പലപ്പോഴും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് വളരെ വൈകല്യങ്ങളോടുകൂടിയാണ് എന്നെനിക്ക് ഈ അടുത്ത കാലങ്ങളിൽ ഈ വാക്യത്തെ ആഴമായി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ ഈ വാക്യത്തെ എങ്ങനെയാണ് എടുക്കുന്നത്, ഏതർത്ഥത്തിലാണ് നമ്മൾ ഈ വാക്യത്തെ സ്വീകരിക്കുന്നത്? നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ടില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വീട് വെഞ്ചരിപ്പുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ഒരു വലിയ ഒരു കൊട്ടാരം പോലത്തെ ഒരു വീടാണ്. അങ്ങനെ വലിയ സ്വിമ്മിംഗ് പൂളും ഇറ്റാലിയൻ മാർബിളും ഒക്കെ ഇട്ട് ഭയങ്കര 3500 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ്. ആ വീടിൻ്റെ ബ്ലെസ്സിങ്ങൊക്കെ കഴിഞ്ഞ് അവിടെ നടന്ന പ്രസംഗത്തിൽ ചില ആശംസകളൊക്കെ പറഞ്ഞു. അവിടെ വന്നവർക്ക് നന്ദി പറയാൻ ആ വീട്ടിലെ ഗൃഹനാഥൻ എഴുന്നേറ്റ് നിന്ന് മൈക്കെടുത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്യമാണിത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ഹൃദയത്തിൽ പോലും നിരൂപിക്കാത്ത കാര്യങ്ങളാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തു തരുന്നത്. ഞാൻ ഒരിക്കലും ഇത്രയും വലിയൊരു വീട് എനിക്ക് പണിയാൻ കഴിയുമെന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ വിചാരിച്ചിട്ടില്ല. ഞാൻ ഈ വീട് പണിയുമ്പോൾ എനിക്കിതിനൊക്കെ ഉപയോഗിക്കേണ്ട മെറ്റീരിയൽസ്, ഇതിലുപയോഗിക്കേണ്ട വളരെ ഭംഗിയുള്ള വസ്തുക്കൾ, ഇതൊക്കെ എനിക്ക് നൽകാൻ വേണ്ടി ദൈവം എന്നെ യൂറോപ്പിൽ കൊണ്ടുപോയി, ദൈവം എന്നെ ചൈനയിൽ കൊണ്ടുപോയി, ഇതെല്ലാം എനിക്ക് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി എനിക്കിതെല്ലാം കാണിച്ചു തന്നു. ഇതെല്ലാം ഇവിടെ എത്തിക്കാൻ കണ്ടോ, ഞാൻ വലിയ ലക്ഷങ്ങൾ വില വരുന്ന ചില മെറ്റീരിയൽസൊക്കെ വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് അടയ്ക്കേണ്ടി വന്ന ടാക്സിലൊക്കെ ദൈവം എനിക്ക് ഇടപെട്ട് ഇളവ് ചെയ്തു തന്നു. അങ്ങനെ ദൈവം എനിക്ക് കൃത്യമായി ഇതുപോലൊരു വീട് പണിയാനുള്ള സാഹചര്യം ഒരുക്കി തന്നു. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്ന ആളാണ്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന ആളായതുകൊണ്ട്
ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല. അതുകൊണ്ട് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി തന്നതാണ് ഈ ഒരു ഭവനം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ കൂടി നിന്ന് ആർക്കും ഇത് കേട്ടിട്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നിയതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടില്ല. കാരണം അദ്ദേഹത്തെ ദൈവം കൊടുത്തതാണിത്. കാരണം നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ വിശ്വസിക്കുന്നത്. ഈ ആഡംബരങ്ങളും സൗകര്യങ്ങളും ലോകമോഹങ്ങളും ഒക്കെ തരുന്നത് ദൈവമാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു ജനത്തിൻ്റെ നടുവിൽ ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആളുകൾ അതങ്ങ് ആക്സെപ്റ്റ് ചെയ്യത്തേ ഉള്ളൂ. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇതൊന്നുമല്ല ഈ വചനം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. വേറെ ചിലർ ഈ വേദഭാഗത്തെ വ്യാഖ്യാനിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്. സ്വർഗരാജ്യത്തെക്കുറിച്ച് ദൈവം പറഞ്ഞിട്ടുള്ള ഒരു മനോഹരമായ വിവരണമായിട്ടാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക്, ദൈവം തന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ ഒരുക്കിയിട്ടുള്ള ഭവനം, സ്വർഗത്തിൽ അവർക്ക് ഒരുക്കിയിട്ടുള്ള താമസ സ്ഥലം. അവിടെ നമുക്കറിയാം, പുതിയ ജെറുസലേമിനെ കുറിച്ചുള്ള വെളിപ്പാടിൻ്റെ പഠനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. വീതി സ്വച്ഛ സ്ഫടിക തുല്യം, തങ്ക നിർമ്മിതം, പട്ടണത്തിൻ്റെ ഭംഗി വർണ്ണിക്കാനാവതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർണ്ണനീയമായ മനോഹരമായ സ്വർണങ്ങളും രത്നങ്ങളും വൈഡൂര്യങ്ങളും മരതകവും ഗോമേതവും പുഷ്യരാഗവും വൈഡൂര്യവും പത്മരാഗം സുഗന്ധിരത്നം ഇങ്ങനെയുള്ള നവരത്നങ്ങളാൽ അലങ്കൃതമായ വലിയ സ്വർണ്ണ നിർമ്മിതമായ വീടുകൾ ദൈവം എനിക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ആണ് വാസ്തവത്തിൽ ഇവിടെ പറയുന്നത് എന്നും വ്യാഖ്യാനിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, പൗലോസ് അപ്പോസ്തലൻ ഈ ഒരു വാക്യം എടുത്ത് അത് മെൻഷൻ ചെയ്തുകൊണ്ട് അതിനെ പഠിപ്പിക്കുമ്പോൾ ഇതൊന്നുമല്ല അവിടെ പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ്, പൗലോസ് അപ്പോസ്തലൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിലേക്ക് കടക്കുന്നതിന് മുൻപ്, ഇത് ഒരു പഴയ നിയമ പ്രവചനമാണ് എന്നുള്ളത് നമുക്കറിയാം. ആ പ്രവചനം എവിടെയാണ് കിടക്കുന്നതെന്നും അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നും കൂടെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് പൗലോസ് അപ്പോസ്തലൻ അതിനെ ഉദ്ദേശിക്കുന്നതിലേക്ക് നമുക്ക് പോകാം. യെശയ്യാ പ്രവചനം 64 അധ്യായത്തിൻ്റെ 4 വാക്യമാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഉദ്ധരിക്കുന്നത്. യെശയ്യാ 64:4. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല. ഞാനൊന്നുകൂടെ പറയാണ്, നീ അല്ലാതൊരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. കണ്ടോ, അവിടെ പറയുന്നതിൻ്റെ അർത്ഥം തന്നെ വേറൊന്നാണെന്നുള്ളതാണ്. നീ അല്ലാതൊരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. അതാണ് വാസ്തവത്തിൽ അവിടെ പറയുന്ന വാക്യം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് പൗലോസിൻ്റെ വേദഭാഗത്തിൻ്റെ തന്നെ പഠനത്തിലേക്ക് പോകാം. അത് കഴിഞ്ഞ് ഇതുമായി ഞാനത് കണക്ട് ചെയ്യാം. ഇപ്പോൾ നാം വായിച്ച 9 വാക്യം, 1 കൊരിന്ത്യർ 2 അധ്യായത്തിൻ്റെ 9 വാക്യത്തിന് മുൻപുള്ള 7-8 വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. 7-8 വാക്യങ്ങൾ. ദൈവം ലോകസൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. അപ്പോൾ പൗലോസ് പറയുകയാണ്, ദൈവം ലോകസൃഷ്ടിക്ക് മുൻപ് നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമാണ് പ്രസ്താവിക്കുന്നത്, മർമ്മമായി പ്രസ്താവിക്കുന്നത്. അത് ആ മർമ്മം, ആ ദൈവത്തിൻ്റെ ജ്ഞാനം ഈ ലോകത്തിലുള്ള ആരും അറിഞ്ഞിട്ടില്ല. ഈ ലോകത്തിലുള്ള പ്രഭുക്കന്മാരും നേതാക്കന്മാരും ആരും ആ ദൈവീക ജ്ഞാനത്തിൻ്റെ മർമ്മങ്ങൾ അറിഞ്ഞിട്ടില്ല. അതവരറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് എന്തിനെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്? അത് ദൈവിക ജ്ഞാനമാകുന്ന മർമ്മത്തെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. ദൈവിക ജ്ഞാനമാകുന്ന മർമ്മത്തെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ അതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഞാനത് വ്യാഖ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ശ്രദ്ധിക്കാം. ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതും ആയ മർമ്മം.
അപ്പോൾ ഈ ദൈവിക ജ്ഞാനത്തിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത്. ദൈവിക ജ്ഞാനത്തിന് 3 പ്രത്യേകതകളുണ്ട്. ശ്രദ്ധിക്കണം, ദൈവിക ജ്ഞാനത്തിന് 3 പ്രത്യേകതകളുണ്ട്. 2 തരം ജ്ഞാനമുണ്ട്. അതിൻ്റെ മുകളിലേക്ക് വായിക്കുമ്പോൾ 6-ാം വാക്യം വായിക്കുമ്പോൾ ലോകത്തിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് പൗലോസ് അവിടെ പറയുന്നുണ്ട്. 7-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ 2 ജ്ഞാനമുണ്ട്. ഏതൊക്കെയാണ് 2 ജ്ഞാനം? 1 ലോകത്തിൻ്റെ ജ്ഞാനം, 2 ദൈവത്തിൻ്റെ ജ്ഞാനം. ഇത് രണ്ടുമാണ് ജ്ഞാനത്തിൻ്റെ 2 തലങ്ങളായിട്ട് പൗലോസ് അപ്പോസ്തലൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ പൗലോസ് പറയുകയാണ്, ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ലോകത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ പ്രത്യേകതയല്ല, ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് 3 പ്രത്യേകതകളുണ്ട്. എന്താണ് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ 3 പ്രത്യേകതകൾ? ഒന്നാമത്തെ പ്രത്യേകത, അത് ലോകസൃഷ്ടിക്ക് മുൻപേ ഉള്ളതാണ്. ലോകസൃഷ്ടിക്ക് മുൻപേ ഉള്ളതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, അത് നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതാണ്. അതാണ് രണ്ടാമത്തെ പ്രത്യേകത. മനുഷ്യൻ്റെ തേജസ്സിനായി മുൻ നിയമിക്കപ്പെട്ടതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം. അതാണ് രണ്ടാമത്തെ പ്രത്യേകത. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത, അത് മറഞ്ഞിരുന്നതാണ്. അതാണ് മൂന്നാമത്തെ പ്രത്യേകത. അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് ഈ 3 പ്രത്യേകതകളുണ്ട്. 1 ലോകസൃഷ്ടിക്ക് മുൻപുള്ളത്, 2 നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചത്, 3 മറഞ്ഞിരുന്നു. ഈ 3 പ്രത്യേകതകളുണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനത്തിന്. ഈ ദൈവത്തിൻ്റെ ജ്ഞാനമാണ്, ഈ 3 പ്രത്യേകതകളുള്ള ദൈവത്തിൻ്റെ ജ്ഞാനം ആർക്കാണ് വെളിപ്പെടുത്തുന്നത്? അതാർക്കാണ് മനസ്സിലാകുന്നത്? അതാണ് ഈ യെശയ്യാ പ്രവചനം പറയുന്ന വാക്യം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, ദൈവം സ്നേഹിക്കുന്നവർക്കല്ല, അത് പ്രത്യേകം എഴുതിയിരിക്കുന്നു, ശ്രദ്ധിക്കണം. ദൈവം ആരെ സ്നേഹിക്കുന്നോ അവർക്കെന്നല്ല പറയുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ദൈവം സ്നേഹിക്കുന്നവർക്കല്ല, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ദൈവം സ്നേഹിക്കുന്നവരുടെ പട്ടികയിൽ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുമുണ്ട്. കാരണം ദൈവം ലോകത്തിലുള്ള എല്ലാവരെയും സ്നേഹിക്കുന്നു, ഒരു സംശയമില്ല. പക്ഷേ ഈ ദൈവത്തെ സ്നേഹിക്കുന്നവർ കുറച്ച് പേരേ ഉള്ളൂ. എല്ലാവരും ഒന്നും ദൈവത്തെ സ്നേഹിക്കുന്നവരല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ ആരാണെന്ന് വചനം പറയുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവൻ അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവനാണ്. അവനാണ് ദൈവത്തെ സ്നേഹിക്കുന്നവൻ. പെട്ടെന്ന് ദൈവത്തെ സ്നേഹിക്കുന്നവൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾക്കൊന്നും ഒരു സംശയവുമില്ല. എല്ലാവരും ചാടിക്കയറി പറയുമോ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണെന്ന് പറയും. പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്നവനാണോ അല്ലയോ എന്നറിയാൻ ബൈബിളിൽ പറയുന്നുണ്ട്. ആരാണ് ദൈവത്തെ സ്നേഹിക്കുന്നവൻ? ആ മാനദണ്ഡം നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവൻ എന്ന് പറയുന്നത് അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവനാണ്, ഒരു സംശയമില്ല. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവൻ, അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവന് ദൈവം ഈ മർമ്മം വെളിപ്പെടുത്തി കൊടുക്കും. ഈ മർമ്മം വെളിപ്പെടുത്തി കൊടുക്കും. പ്രിയപ്പെട്ടവരെ, അത് ഭയങ്കര ശക്തമാണ്. ഏത് മർമ്മം? ഈ 3 പ്രത്യേകതകളുള്ള ദൈവിക ജ്ഞാനമാകുന്ന മർമ്മം. ഏതാണ് 3 പ്രത്യേകതകൾ? 1, നമുക്കറിയാം ലോക സൃഷ്ടിക്ക് മുൻപേ ഉള്ളത്. 2, നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചത്. 3, മറഞ്ഞിരിക്കുന്നത്. ഈ 3 പ്രത്യേകതകളുള്ള മർമ്മം, ദൈവത്തിൻ്റെ ജ്ഞാനം, ഒരാൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ അയാൾക്ക് ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഭയങ്കര വലിയ സന്ദേശമാണ്. അപ്പോൾ നമ്മൾ ഈ ദൈവത്തിൻ്റെ ജ്ഞാനം അറിയുന്നവരായി മാറണം. ദൈവത്തിൻ്റെ ജ്ഞാനം അറിയുന്നവരായി മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യമില്ല. അവിടെ നമ്മുടെ തേജസ്കരണം നടക്കില്ല. അതാണ് അതിനകത്തെ വിഷയം. കാരണം ഈ ദൈവിക ജ്ഞാനം സൂക്ഷിച്ചു വെച്ചിരുന്നതിൻ്റെ ലക്ഷ്യമാണ് പൗലോസ് പറയുന്നത്, അത് നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതാണെന്നാണ് പറയുന്നത്, നമ്മുടെ തേജസ്സിനായി. അപ്പോൾ ദൈവിക ജ്ഞാനത്തിൻ്റെ ലക്ഷ്യം തന്നെ നാം തേജസ്കരിക്കപ്പെടുന്നതിലേക്ക് നയിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ദൈവിക ജ്ഞാനം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ദൈവിക ജ്ഞാനത്തിൻ്റെ ലക്ഷ്യം അതാണ്, നമ്മുടെ തേജസ്കരണം നടക്കണം. പക്ഷേ പലപ്പോഴും ഈ കാലഘട്ടങ്ങളിലെ വിശ്വാസികൾ അവരുടെ തേജസ്കരണം അത്രത്തോളം ഗൗരവമായി എടുക്കാറില്ല. മാനസാന്തരം ഈ കാലഘട്ടത്തിൽ വളരെ കാര്യമായി പ്രഘോഷിക്കപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനസാന്തരപ്പെടണം എന്നുള്ള ഒരു ബോധ്യവും ചിന്തയും ഒക്കെ പലപ്പോഴും ആളുകളുടെ ഉള്ളിലുണ്ട്. പക്ഷേ തേജസ്കരണം നടക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ബോധ്യം പലപ്പോഴും ഇന്ന് ആളുകളിലില്ല.
ഞാൻ തേജസ്കരിക്കപ്പെട്ടാൽ മാത്രമേ ഞാൻ ദൈവത്തോട് അനുരൂപനാവുന്നുള്ളൂ. ദൈവത്തോട് അനുരൂപപ്പെട്ട് ആണ് എനിക്ക് ദൈവരാജ്യത്തിൻ്റെ ഭാഗമാകാൻ പറ്റത്തുള്ളൂ. ഇല്ലേ? നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണ സമ്പൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ സമ്പൂർണരാകുവീൻ എന്നാണല്ലോ യേശുക്രിസ്തു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. അപ്പോൾ ഈ സൽഗുണ സമ്പൂർണതയിലേക്കുള്ള നമ്മുടെ യാത്രയ്ക്ക് ഈ ദൈവിക ജ്ഞാനം അനിവാര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ, വേദപുസ്തകം നമ്മൾ ധ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ദൈവിക ജ്ഞാനം മനസ്സിലാക്കണം, ഒരു ഡിവൈൻ റെവലേഷൻ. ഇനി ഞാനതിൻ്റെ വേറൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് അത് പറയാൻ പോവാണ്. ഈ ദൈവിക ജ്ഞാനം ദൈവം നൽകുന്നത് ആർക്കാണെന്ന് ഞാൻ പറഞ്ഞു? ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ്. അത് 3 പ്രത്യേകതകൾ പറഞ്ഞു. കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ നിരൂപിച്ചിട്ടും ഇല്ല. അതെന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? അതും കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ് കാണുന്ന വാക്യങ്ങളുണ്ട്. നമ്മുടെ കണ്ണ്, ഇപ്പോൾ നമ്മൾ ബൈബിള് കയ്യിലെടുക്കുന്നു, ബൈബിളിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ ബൈബിൾ വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മുടെ കണ്ണ് കണ്ട വചനമാണ്, അല്ലേ? അപ്പോൾ അത് അക്ഷരം അറിയാവുന്ന ആർക്കും കണ്ണിൽ വചനം കാണാം, സംശയമൊന്നുമില്ല. അതിന് പ്രത്യേകിച്ച് വേറെ റെവലേഷൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അക്ഷരം വായിക്കാൻ അറിയാമോ? എനിക്ക് ബൈബിളിലെ വാക്യങ്ങൾ എനിക്ക് കാണാം, എനിക്ക് വായിക്കാം. ഐ ക്യാൻ റീഡ്. യെസ്. അപ്പോൾ നമ്മുടെ കണ്ണിൽ കാണുന്നൊരു വചനമുണ്ട്, ബൈബിൾ വാക്യമുണ്ട്. 2, നമ്മുടെ കാതിൽ കേൾക്കുന്ന ബൈബിൾ വാക്യമുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ണുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ ബൈബിൾ ഒന്ന് എടുത്തിട്ട് നിങ്ങൾ ബൈബിൾ തുറന്നു നോക്കുമ്പോൾ ആ ബൈബിളിലെ വാക്യങ്ങൾ നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾക്ക് കാണാം. ആ കാണുന്ന വാക്യം നിങ്ങളൊന്ന് വായിച്ചാലോ, ഒന്ന് ഉറക്കെ വായിച്ചാലോ, ആ വായിക്കുന്ന വാക്യം നിങ്ങളുടെ ചെവിയിൽ നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ കണ്ണ് കാണുന്ന വാക്യമുണ്ട്, കാത് കേൾക്കുന്ന വാക്യമുണ്ട്. ഓക്കെ. ഇനി 3, ഇത് നിങ്ങൾ വായിക്കുകയും നിങ്ങൾ കാണുകയും വായിക്കുകയും ചെയ്ത് കഴിയുമ്പോൾ ആ വായിച്ച കാര്യത്തെക്കുറിച്ച്, വാക്യത്തെക്കുറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്ന ഒരു നിരൂപണമുണ്ട്. അത് കാരണം വായിച്ചത് മനസ്സിലാവുമല്ലോ. അക്ഷരം അറിയാവുന്ന ആരും വായിച്ചു കഴിയുമ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നുള്ള ഒരു പ്രാഥമിക നിഗമനം, ഒരു മനസ്സിലാകൽ നമുക്കുണ്ടാകും. നമ്മളിങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ വായിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാകും, നമ്മുടെ ഹൃദയത്തിൽ നിരൂപിച്ചു, ഹൃദയത്തിൽ തോന്നി, ഓക്കെ ഞാൻ വായിച്ചതിൻ്റെ അർത്ഥം ഇന്നതാണെന്ന് എൻ്റെ ഹൃദയത്തിൽ തോന്നി. ഇനിയാണ് എന്നെ ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ നിങ്ങൾ കണ്ണി കണ്ട വാക്യമുണ്ടല്ലോ, നിങ്ങൾ കാതിൽ കേട്ട വാക്യമുണ്ടല്ലോ, നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിയ അർത്ഥം ഉണ്ടല്ലോ, ഇത് 3 അല്ല ദൈവത്തിൻ്റെ ജ്ഞാനം. ദൈവത്തിൻ്റെ ജ്ഞാനം ഇതിന് 3 അപ്പുറമാണ്. അതാണ് പറയുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ആ ജ്ഞാനം വെളിപ്പെടുത്തും എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കണ്ണ് കാണുമ്പോഴും കാത് കേൾക്കുമ്പോഴും നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്ന കാര്യമല്ല ആ വാക്യവുമായി ബന്ധപ്പെട്ട് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്. ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് വേറൊരു കാര്യമാണ്. നിങ്ങൾ കാണുമ്പോൾ ഒരു കാര്യം നിങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ, അതിൻ്റെ പിന്നിലും മറഞ്ഞിരിക്കുന്ന ലോക സൃഷ്ടിക്ക് മുൻപേയുള്ള വേറൊരു കാര്യം ദൈവം അവിടെ കാത്തുവെച്ചിട്ടുണ്ട്, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് ഒരു കൂട്ടർക്ക് മാത്രമേ ദൈവം റിവീൽ ചെയ്യുള്ളൂ. അതാർക്കാണ്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ദൈവം അത് വെളിപ്പെടുത്തുകയുള്ളൂ. വേറെ ആർക്കും ദൈവം അത് വെളിപ്പെടുത്തില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അത് ദൈവം തുറന്ന് കാണിച്ചു കൊടുക്കും, വെളിപ്പെടുത്തി കൊടുക്കും. പ്രിയപ്പെട്ടവരെ, അതൊരു ഭയങ്കര ഒരു ആത്മീക സത്യമാണ്. നമ്മുടെ ഹൃദയങ്ങൾ അതുകൊണ്ട് ഈ ഒരു ആത്മീക സത്യത്തിലേക്ക്, ഈ ഒരു ആന്തരിക വെളിച്ചത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടണം. അത് ഒരു കണ്ണിനും കാണാൻ പറ്റിയിട്ടില്ല, ഒരു കാതിനും കേൾക്കാൻ പറ്റിയിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ അത് നിരൂപിച്ച് മനസ്സിലാക്കിയെടുക്കാനും പറ്റിയിട്ടില്ല. അത് കഴിയാത്തത്ര വളരെ ശ്രേഷ്ഠമാണത്, വളരെ മർമ്മങ്ങളുള്ളതാണത്. എന്നിട്ട് 8ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, അതായത് ഈ മർമ്മം, ഈ ജ്ഞാനം ലോകത്തിൻ്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു.
അപ്പോൾ ഇവിടെ പൗലോസ് ഉദ്ദേശിക്കുന്ന ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് വാസ്തവത്തിൽ ആരെയാണ്? ഈ ദൈവിക ജ്ഞാനം ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആരെയാണ് ലോകത്തിൻ്റെ പ്രഭുക്കന്മാരെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത്? അത് ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ അവിടെ ചേർന്ന് കിടക്കുന്ന കാര്യം എടുക്കുമ്പോഴേ മനസ്സിലാവും. എന്താ ചേർന്ന് കിടക്കുന്നത്? അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. അപ്പോൾ ആരാണ് ഈ പ്രഭുക്കന്മാരെന്ന് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകണമെങ്കിൽ കർത്താവിനെ ക്രൂശിച്ചവരാരോ അവരെയാണ് ഈ ഉദ്ദേശിച്ചിരിക്കുന്നത്. കർത്താവിനെ ക്രൂശിച്ചതാരാണ്? യഹൂദ പണ്ഡിതന്മാരും നേതാക്കന്മാരുമാണ്. യഹൂദ മത നേതാക്കന്മാരാണ് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത്, നമുക്കറിയാം. അപ്പോൾ യേശുക്രിസ്തുവിനെ അവർ ക്രൂശിക്കില്ലായിരുന്നു എന്നാണ് പറയുന്നത് യഹൂദ മത നേതാക്കന്മാർ. ഈ മർമ്മം അറിഞ്ഞിരുന്നുവെങ്കിൽ. യഹൂദ മത നേതാക്കന്മാർ എന്നെ വേദപുസ്തകം അറിയാത്ത ആൾക്കാരാണോ? പഴയ നിയമ ഗ്രന്ഥങ്ങൾ, ന്യായപ്രമാണ ഗ്രന്ഥങ്ങൾ, പ്രവാചക ഗ്രന്ഥങ്ങളെല്ലാം കൃത്യമായി അരച്ച് കലക്കി കുടിച്ച ആൾക്കാരാണ് പഴയ നിയമ പ്രവാചകന്മാർ, പഴയ നിയമ മത നേതാക്കന്മാർ. അവർക്കിത് മുഴുവൻ അറിയാം. ഏശയ്യാ പ്രവചനമൊക്കെ അവർക്ക് നന്നായി അറിയാം. കാരണം യഹൂദ സിനഗോഗുകളിൽ ഏറ്റവും അധികം പ്രസംഗിച്ചു കൊണ്ടിരുന്ന പ്രവാചക ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് യേശയ്യാ പ്രവചനം. യേശയ്യാ പ്രവചനം നമുക്കറിയാം. യേശുക്രിസ്തു തന്നെ ഒരിക്കൽ സിനഗോഗിൽ പ്രസംഗിക്കാനായിട്ട് കയറിയപ്പോൾ യേശയ്യാ പ്രവചനം എടുത്ത് യേശു പ്രസംഗിക്കുന്നത് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, ബദ്ധന്മാർക്ക് വിടുതലും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യേശു പറയാണ്, ഞാനിപ്പോൾ ഈ വചനങ്ങൾ സംസാരിക്കുന്നതിലൂടെ ഇത് നിവൃത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുക്രിസ്തുവിനെ കുറിച്ച് തന്നെ ഈ പറയുന്നത്. പക്ഷേ യേശുക്രിസ്തുവിനെ കുറിച്ച് യേശയ്യാ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം എടുത്ത് പ്രസംഗിച്ചിട്ടും അവിടെ കൂടിയിരുന്നവർക്കത് മനസ്സിലായില്ല എന്നുള്ളതാണ്. ഇത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പ്രസംഗിക്കുന്നതെന്ന് അവിടെ കൂടിയിരുന്ന ആളുകൾക്ക് മനസ്സിലായില്ല. അതാണ് അവിടുത്തെ പ്രശ്നം. യേശയ്യാ പ്രവചനത്തിലാണ് കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുന്നത് ഉൾപ്പെടെ ക്രിസ്തുവിൻ്റെ ജനനവും ജീവിതവുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് യേശയ്യാ പ്രവചനത്തിലാണ്. പക്ഷേ അതൊക്കെ ഇവരുടെ സിനഗോഗുകളിൽ സ്ഥിരം പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് കാര്യം മനസ്സിലായിട്ടില്ല. യേശുക്രിസ്തു ആണ് ഇതൊന്നും മനസ്സിലായിട്ടില്ല അവർക്ക്. അത് മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ്? അത് മനസ്സിലാകാത്തത് അവർക്ക് അതിൻ്റെ മർമ്മം മനസ്സിലായില്ല. അവർക്ക് അതിൻ്റെ അകത്തെ ദൈവിക ജ്ഞാനം മനസ്സിലായില്ല. അവർക്കതിലെ അക്ഷരങ്ങൾ മനസ്സിലായി. അവർക്കതിൽ അവരുടെ നിരൂപണങ്ങളിലുള്ള ആശയങ്ങൾ അവർ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. യേശുക്രിസ്തു എന്നിട്ട് എഴുന്നേറ്റ് പറഞ്ഞു, ഇത് ഞാൻ തന്നെയാണ്, എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് യേശു പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനം അവനെ എറിയാൻ കല്ലെടുത്തു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ദൈവം ഉദ്ദേശിക്കുന്നത് പറഞ്ഞപ്പോൾ അവർ യേശുവിനെ എറിയാൻ കല്ലെടുത്തു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഇന്ന് നടക്കുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യമെന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നതല്ല. സത്യമെന്ന് പറയുന്നത് പലപ്പോഴും ഒരു കൈപ്പേറിയ ഒരു യാഥാർത്ഥ്യമാണ്, ഇല്ലേ? സത്യത്തിൻ്റെ മുഖം വികൃതമാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ സത്യം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നും ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ബൈബിളിൽ നമ്മുടെ കണ്ണാലെ കാണുന്ന വാക്യത്തിനപ്പുറം മറഞ്ഞു കിടക്കുന്ന ചില ദൈവിക സത്യങ്ങളുണ്ട്. ഇനി യേശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ആ വാക്യം കൂടെ ഞാൻ ഇതിനോടൊന്ന് കണക്ട് ചെയ്തിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. യേശയ്യാ പ്രവചനം 64:4 ഇത് പറഞ്ഞിരിക്കുന്നത്, നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കണ്ടിട്ടില്ല, ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ഇനി അതിൻ്റെ മുൻപുള്ള വാക്യങ്ങൾ 64:1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അയ്യോ, ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുമ്പിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ശ്രദ്ധിക്കണം, ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ നീ പ്രവർത്തിച്ചപ്പോൾ നീ ഇറങ്ങി വരികയും മലകൾ തിരുമുമ്പിൽ ഉരുകിപ്പോവുകയും ചെയ്തിരുന്നല്ലോ. പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞിട്ടാണ് പറയുന്നത്, നീ അല്ലാതൊരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എന്ന്.
എന്താണ് ഈ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞത്? ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ദൈവമേ, ജാതികൾ നിൻ്റെ മുൻപിൽ വിറയ്ക്കാനും നിന്നെ എതിർക്കുന്ന വൈരികൾ നിൻ്റെ നാമത്തിൽ കീഴടങ്ങുവാനും തക്കവണ്ണം തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിൻ്റെ മുമ്പിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ദൈവത്തോട് പറയാണ്. ഇതാണ് അതിൻ്റെ പോയിന്റ്, ഇതാണ് അതിൻ്റെ കണ്ടന്റ്, ഇതാണ് അതിൻ്റെ ആ പ്രാർത്ഥനയുടെ സാരാംശം. ഇതാണ്, നീ ആകാശം കീറി ഇറങ്ങി വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇതാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, ഈ ആഗ്രഹം നടപ്പായി. ഈ ആഗ്രഹം നടന്നു കഴിഞ്ഞു. ഈ പ്രാർത്ഥന നടന്നു കഴിഞ്ഞു. ആരാണ്, എങ്ങനെയാണത് നടന്നത്? അവൻ ആകാശം കീറി ഇറങ്ങി വന്നു. അവൻ ആകാശം കീറി ഇറങ്ങി വന്നു. ആകാശം കീറി ഇറങ്ങി വന്നവനാണ് നസറായനായ യേശുക്രിസ്തു, വചനമാകുന്ന ദൈവം. അവൻ ആകാശം കീറി ഇറങ്ങി വന്നു. ആ ക്രിസ്തു ആണ് ദൈവത്തിൻ്റെ തേജസ്. അത് വീണ്ടും നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ പോകുമ്പോൾ ഇങ്ങനെ പറയാം, 8-ാം വാക്യത്തിൽ പറയാം, അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന തേജസ് ക്രിസ്തുവാണ്. ആ ക്രിസ്തു ദൈവിക മർമ്മമാണ്, ദൈവിക ജ്ഞാനത്തിൻ്റെ അവതാരമാണ്. അതാണ് വചനമാണ് ക്രിസ്തു എന്ന് പറയും. അപ്പോൾ ആ ക്രിസ്തുവിനെയാണ് വാസ്തവത്തിൽ ഇവിടെ കാണിക്കുക. ആ ക്രിസ്തുവിനെ ദൈവിക തേജസ്സായി ഉൾക്കൊള്ളാൻ യഹൂദ സമൂഹത്തിന് കഴിയാതെ പോയി. ഒരു സമൂഹത്തിന് മാത്രമേ അതിന് സാധിക്കുകയുമുള്ളൂ. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തന്നെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയത്തിൽ തോന്നാത്തതുമായ ആ ദൈവിക ജ്ഞാനമാകുന്ന മർമ്മം ക്രിസ്തുവാകുന്ന വചനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമുക്ക് മനസ്സിലാക്കി തരാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, വളരെ ശക്തമായൊരു തിരിച്ചറിവാണ് ഈ വേദഭാഗം നമുക്ക് നൽകുന്നത്. നമുക്കത് സ്വീകരിക്കാം. ആ ദൈവിക മർമ്മം അറിഞ്ഞു ജീവിക്കുന്ന അനുഭവം നമുക്ക് ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം. കരുണാസമ്പന്നനായ തമ്പുരാനെ, കേൾപ്പിച്ച വചനബോധ്യങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് തുറക്കണമേ. വചനത്തിൻ്റെ സത്യങ്ങൾ, മർമ്മങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ അത് മനസ്സിലാക്കി തരണമേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണുവാൻ, ഞങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിലാകുവാൻ തക്കവണ്ണം ദൈവിക ജ്ഞാനത്തിൻ്റെ വെളിപ്പാടുകൾ കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് നിയന്ത്രിക്കുമാറാണമേ. സമ്പൂർണ്ണമായി ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. വിശുദ്ധ മാതാവേ, സർവ്വവിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.